നമസ്കാരം. സിനിമാ കഥകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള കൊലപാതക വാർത്തകൾ നമ്മൾ മലയാളികൾ ഇതിനു മുമ്പ് പലതവണ കേട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് ഉണ്ടായ ഇരട്ട കൊലപാതകവും അത്തരത്തിൽ ഒന്നാണോ എന്ന് തന്നെ സംശയിക്കേണ്ട സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതി എന്ന് സംശയിക്കുന്ന സജി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തിയ വീടിന് സമീപത്ത് നിന്ന് ആളുകൾ നടത്തിയ, പ്രദേശവാസികൾ ഉൾപ്പെടെ നടത്തിയ തെരച്ചിലിൽ ആണ് ഈ സജിയെ കണ്ടെത്തിയത്. നാട്ടുകാർ പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇത്. ഒച്ചക്ക് വടക്കെന്ന് പറഞ്ഞാ അപ്പൊ കിട്ടി ഓടിവാ ഓടാ ചേട്ടാ കിട്ടി അത് നമ്മള് പോകുന്നിട്ടോ. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്ന ആ സ്ഥലത്ത് തന്നെ പോലീസ് അന്നേരം തന്നെ പുള്ളിയെ കൈ പിടിച്ച് വണ്ടിയെ കയറ്റി നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി സ്വയം കടയിലോട്ട് വരുവായിരുന്നു. പുള്ളി സ്വയം കടയിലേക്ക് വരുന്നു. അത് ഞങ്ങളെ പരിശോധിച്ച ഞങ്ങൾ തെരച്ചിൽ നടത്തിയ സ്ഥലങ്ങളിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പുള്ളി ഇറങ്ങി വന്നത് ആ ഭാഗത്തും തന്നെ വന്നു. പുള്ളി അവിടെ ഒരു കടയിലേക്ക് ഇറങ്ങി വന്നിട്ട് എനിക്ക് അബദ്ധം തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ കീഴടങ്ങാണെന്ന് പറഞ്ഞു. ആ കടയിൽ ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയോട് പറഞ്ഞു ഞാൻ കീഴടങ്ങാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കുറ്റസമ്മതം നിലവിൽ അവിടെ നടത്തി. അങ്ങനെയാണ് പോലീസ് അടുത്തുണ്ടായിരുന്നു, തൊട്ടടുത്തുണ്ടായിരുന്നു. പോലീസ് കൂടി വന്നു. പോലീസ് നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. യെസ്, നെടുങ്കണ്ടത്തെ ഇരട്ട കൊലപാതകം നടത്തിയെന്ന് പ്രതീക്ഷിക്കുന്ന സജിയെയാണ് പിടികൂടിയത്. സജിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അമ്മ മേരിക്കുട്ടി, മൂത്ത സഹോദരൻ റെജി എന്നിവരെ സജി കൊലപ്പെടുത്തി എന്നതാണ് സംശയം. ഇവരുടെ മൃതദേഹങ്ങൾ ഇന്നലെയാണ് കണ്ടെത്തിയത്. അതേസമയം 2018 സജിയുടെ പിതാവിനെ കാണാതായതിലും ദുരൂഹത സംശയിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ഒരു പക്ഷേ ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിവരശേഖരണത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കേട്ട ഒരു പ്രതികരണത്തിൽ തന്നെ തെറ്റുപറ്റിയെന്ന് സജി പറയുന്നതായാണല്ലോ വിവരം. അഭിലാഷ്, തീർച്ചയായും പ്രതി കുറ്റം സമ്മതിച്ചു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാനും മണിക്കൂർ മുൻപാണ് പ്രതി എന്ന് കരുതുന്ന സജിയെ വീടിന് സമീപത്ത് നിന്നും പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. അതായത് ഈ പ്രദേശത്ത് തിരച്ചിൽ നടക്കുന്നതിനിടെ പ്രതി സ്വയമേ ഇറങ്ങി വന്ന് ഇവിടുത്തെ ഒരു സമീപത്തെ ഒരു കടയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് നാട്ടുകാരോട് പറയുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ച് പോലീസ് ഇയാളെ പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത്. തുടർന്ന് ഈ പ്രദേശത്ത് പോലീസ് പരിശോധന ആരംഭിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ റെജിയെയും അമ്മയെയും കാണാതായെന്നുള്ള ഒരു പരാതിയെ തുടർന്ന് പോലീസ് ഇവിടെ പരിശോധന നടത്തുകയും ഈ വീടിന് സമീപത്ത് നിന്നും രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. ഈ സമയത്ത്, അതായത് പോലീസ് ആദ്യം വീട്ടിലെത്തിയ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന സജി വീട്ടിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ പ്രദേശത്ത് നിന്നും അധികം ദൂരേക്ക് പ്രതി പോയിരിക്കില്ല എന്ന ഒരു നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ്. കാരണം ഇതൊരു കാർഷിക മേഖലയാണ്. അത് തുടർന്ന് ഈ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ നടന്നു വരികയായിരുന്നു. ഇന്ന് രാവിലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ഡോഗ് സ്ക്വാഡ് എത്തി ഇവിടെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. ഇതിനിടയ്ക്കാണ് ഈ പ്രതി ഈ വീടിന് സമീപത്തെ ഉള്ള ഒരു കടയിലേക്ക് ഇറങ്ങി വന്ന് തനി കീഴടങ്ങിയാണെന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പിന്നീട് പ്രതിയെ നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാരണം എന്തെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ നടക്കുകയാണ്. ഒപ്പം പിതാവിന്റെ മരണം, പിതാവിന്റെ തിരോധാനം, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പിതാവിനെ ഇവിടെ നിന്ന് കാണാതാവുകയായിരുന്നു. അയാൾ ഏതാനും വർഷങ്ങളായി ഇവിടേക്ക് എത്തിയിരുന്നില്ല. ഇത് സംബന്ധിച്ചും ദുരൂഹതകൾ
നാട്ടുകാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എന്തായാലും സജി ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് പോലീസ് കരുതുന്നത്. ഈ 2 മരണങ്ങളോടൊപ്പം പിതാവിന്റെ തിരോധനത്തിനും സജിക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഈ വീടുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സജി തന്റെ വിവാഹമാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ട് നാട്ടുകാരെ കഴിഞ്ഞിടയ്ക്കൊക്കെ നാട്ടുകാരെ വിവാഹത്തിൽ ക്ഷണിച്ചിരുന്നു. ഒപ്പം ഈ അടുത്ത ദിവസം വിവാഹം നടക്കുമെന്നും 500 പേർക്കുള്ള സദ്യ ഒരുക്കുമെന്നും ഒക്കെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു മരണം സംഭവിച്ചതിനാൽ വിവാഹം പിന്നീടത്തേക്ക് മാറ്റിവെച്ചു എന്ന് അറിയിക്കുകയായിരുന്നു. ഒപ്പം നാട്ടുകാർ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് നാട്ടുകാർ ഈ റെജിയെയും അമ്മയെയും കുറിച്ച് അന്വേഷിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ വീട്ടിലേക്ക് മറ്റുള്ളവരെ ഒന്നും പ്രവേശിക്കാൻ റെജിയും ഈ സഹോദരൻ സജിയും കൊല്ലപ്പെട്ട റെജിയും സഹോദരൻ സജിയും സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർ കൂടുതലായി ഈ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. പ്രായമായ അമ്മേനെ കാണാൻ പോലും സഹോദരിയെ പോലും ഇവരെ വീട്ടിലേക്ക് അടുപ്പിച്ചിരുന്നില്ല. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പോലും എടുക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റു അയൽവാസികൾക്കൊക്കെ ഈ വീടുമായി വലിയ ബന്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നാൽ റെജി പതിവായി ഇവിടെ നെടുങ്കണ്ടത്തെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് എത്തിയിരുന്ന ആളാണ്. അയാൾ ജോലിക്കായി എത്താത്തതും ഒക്കെ ഒപ്പം അയൽവാസികളായ ചിലർക്ക് കാർഷിക ജോലിക്ക് സഹായിയൊക്കെ എത്തുന്ന ആളാണ് റെജി. ഈ ജോലിക്കൊന്നും റെജി എത്താതെ വന്നതോടെയാണ് നാട്ടുകാരിൽ സംശയം ഉണ്ടാവുകയും തുടർന്ന് ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് എത്തുകയും ഈ സഹോദരിയെ ഈ നാട്ടുകാർ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുകയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 പേരുടെ മൃതദേഹം, അമ്മയുടെയും മകന്റെയും മൃതദേഹം ഈ വീടിന് സമീപത്ത് നിന്നും കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്ന് തന്നെ പൂർത്തീകരിക്കുമെന്നാണ് കരുതുന്നത്. ഒപ്പം കൃത്യമായ വിവരം എന്താണ് ഈ യുദ്ധത്തിലേക്ക് നയിച്ചത് നടക്കുമുള്ള കാര്യങ്ങളിലേക്കും വ്യക്തത വരും എന്നാണ് കരുതുന്നത്. അഭിലാഷ്. യെസ്, തീർച്ചയായും പ്രിൻസ്, ഇന്ന് അല്പസമയം മുമ്പാണ് ഈ സജിയെ പിടികൂടിയത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം മണിക്കൂറുകൾ പിന്നിട്ട സാഹചര്യമുണ്ട്. പ്രദേശത്ത് തന്നെ സജി ഉണ്ടാകും എന്ന നിലയിൽ നടത്തിയ പരിശോധന ഫലം കാണുകയും ചെയ്തു. ഈ സജിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ സജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇയാൾക്ക് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളായിരുന്നോ? ലഹരി ഉപയോഗിക്കുന്ന ആളാണോ? പ്രദേശവാസികളായ ആളുകൾക്ക് പൊതുവിൽ എന്താണ് സജിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പ്രിൻസ്? അഭിലാഷ്, സജിയെയും റെജിയെയും കുറിച്ച് നാട്ടുകാർ പറയുന്നത് അധികം ആരുമായിട്ടും ഇടപെടുന്ന ഒരു വ്യക്തിത്വം അല്ലായിരുന്നെങ്കിൽ പോലും ഇവർ വലിയ തോതിൽ പ്രശ്നക്കാരല്ലായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കൃത്യമായി ഇവർ നാട്ടുകാർ അവരവരുടെ ജോലികൾ ചെയ്യുന്നു, ഒപ്പം വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതല്ലാതെ പുറത്ത്, അതായത് നാട്ടിലൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ ദുരൂഹമായ ചില സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് വീട്ടിൽ ഇവർ തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എന്നും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ പുറം ലോകത്ത്, അതായത് അയൽവാസികളോടോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്തോ ഒന്നും ഇവർ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മദ്യപിക്കുമായിരുന്നു എന്നുള്ളതല്ലാതെ മറ്റു പ്രശ്നങ്ങൾ റെജിയും സജിയും ഉണ്ടാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞു. ഒപ്പം അമ്മയെ നോക്കുന്ന കാര്യത്തിൽ പ്രായമായ അമ്മ ഇവർക്കൊപ്പമാണ്, അമ്മയുടെ ഒപ്പമാണ് ഇരുവരും കഴിച്ചിരുന്നത്. അമ്മയെ നോക്കാൻ വേണ്ടി ഒരാൾ എല്ലാ ദിവസവും വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജ്യേഷ്ഠൻ ജോലിക്ക് പോവുകയാണെങ്കിൽ അനുജൻ ജോലിക്ക് പോകാത്ത ഒരു സാഹചര്യം, അങ്ങനെയായിരുന്നു ഇവർ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു വസ്തുതയിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇരുവരും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുന്ന പതിവായിരുന്നു. വീട്ടിൽ ഇത്തരത്തിൽ ബഹളങ്ങൾ ഉണ്ടാകുകയും വാക്കേറ്റം ഉണ്ടാകുകയും കയ്യാങ്കളിയൊക്കെ ഉണ്ടാകുന്നതും പതിവായ സാഹചര്യമായിരുന്നു. അപ്പം ഈ സജി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് റെജിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ റെജിയും അമ്മയും വീട് വിട്ടിറങ്ങും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നെന്നും അത്തരത്തിലുള്ളൊരു തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. മറ്റ് ക്രിമിനൽ സ്വഭാവങ്ങളൊന്നും ഇവർ പ്രകടിപ്പിച്ചതായി നാട്ടുകാരോ ഒന്നും പറയാറില്ല. അധികം ആളുകളായിട്ട് ഇടപെടാറില്ലായിരുന്നു. വീട്ടിലേക്ക് മറ്റുള്ളവരെ എത്തുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഓട്ടം വിളിച്ചോ സാധനങ്ങളൊക്കെ വാങ്ങി എത്തുകയാണെങ്കിൽ പോലും പ്രധാന വഴിയിലേക്ക് വരെ വാഹനം എത്തിക്കുക. അതിന് തൊട്ടടുത്താണ് വീടെങ്കിൽ പോലും അവിടേക്ക് സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവമായിരുന്നു ഇരുവരുടെയും. പ്രത്യേകിച്ചും സജിയുടെ സഹോദരിയെ വീട്ടിലേക്ക് ഇവർ ക്ഷണിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും പ്രായമായ അമ്മയെ കാണാൻ പോലും അനുവദിച്ചിരുന്നില്ല. മറ്റൊരു സഹോദരിക്ക് ബുദ്ധിമാന്ദ്യമുള്ളവരാണ്, അവർ ഇവർക്കൊപ്പമല്ല താമസിക്കുന്നത്. മറ്റു സഹോദരിയെ, അതായത് വിവാഹിതയായ സഹോദരിയെ വീട്ടിലേക്ക് എത്താൻ അനുവദിക്കുകയോ അമ്മയുമായി ഇടപെടാൻ അനുവദിക്കുകയോ ചെയ്തിരുന്നില്ല. ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്തൊരു സാഹചര്യമായിരുന്നുള്ളത്. എന്നാൽ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവരുമായി, അതായത് കാർഷിക ജോലിക്കൊക്കെ വിളിക്കുമ്പോൾ കൃത്യമായി ചെല്ലും, മറ്റു ജോലികളൊക്കെ കൃത്യമായി നടത്തും. അല്ലാതെ മറ്റു പ്രതിസന്ധികളൊന്നും അല്ല ക്രിമിനൽ സ്വഭാവമൊന്നും ഇവർ വെച്ച് പുലർത്തിയിരുന്നില്ല എന്നാണ് കരുതുന്നത്. എന്തായാലും വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു തർക്കമായിരിക്കാം ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നീങ്ങിയത് എന്നാണ് കരുതുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ സജിയുടെ പിതാവിന്റെ തിരോധനവും അത് സംബന്ധിച്ചും വ്യക്തത വരുത്തിയത്. എന്തായാലും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ ഈ വിഷയങ്ങൾക്കെല്ലാം വ്യക്തത ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. തീർച്ചയായും പ്രിൻസ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് വളരെ പെട്ടെന്ന് ശേഖരിക്കാൻ പറ്റും. അപ്പോഴും പ്രിൻസ്, ഈ
സജി ഇത്രയും സമയം ഒളിവിലായിരുന്നു എന്ന് വേണമല്ലോ നമുക്ക് അനുമാനിക്കാൻ. അവിടെ ആരുടെയും സഹായമൊന്നും ലഭിച്ചിട്ടില്ല എന്നല്ലേ ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടതായി വരുന്നത്. ഈ തെറ്റുപറ്റിയെന്ന് സജി പറയുമ്പോൾ സജി ഒറ്റയ്ക്കായിരിക്കാം ഈ കൃത്യം നിർവഹിച്ചത് എന്നും ഇതിൽ മറ്റേതെങ്കിലും ആളുകൾക്ക് പങ്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുമല്ലേ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, ഈ കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം കൊല്ലപ്പെട്ടവരിൽ ഒരാൾ വയോധികയാണ്, 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളയാളാണ്, ശാരീരിക അസ്വസ്ഥതകളുള്ള ആളാണ്, വീട്ടിൽ പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരാളാണ്. ഒപ്പം റെജി സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സഹായം ഈ കൃത്യം നടത്താനുള്ള ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് സംശയിക്കേണ്ടതുണ്ട്. അപ്പോൾ പക്ഷേ ഇരുവരും, ഈ സജിയും റെജിയും മറ്റുള്ള നാട്ടുകാരുമായി വലിയ ഇടപഴകുന്ന ഒരു ആൾക്കാരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇവർക്ക് ഇയാൾക്ക് ഒരു സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നിന്ന് ഇയാൾ ഇറങ്ങി ഓടിയതിനു ശേഷം ഈ സമീപത്തെ പ്രദേശങ്ങളിലെ കാർഷിക മേഖലയിലേക്കാണ് ഇയാൾ കടന്നു കളഞ്ഞത്. ഒരു ഭാഗം വലിയ പുൽമേടുകൾ നിറഞ്ഞ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു കുന്നിൻ മുകളാണ്. അവിടേക്ക് കയറി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. കാരണം കനത്ത വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പകൽ സമയത്ത് ഇതുവഴി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒപ്പം സമീപ പ്രദേശങ്ങൾ കാർഷിക മേഖലയാണ്, കൃഷിയുള്ള പ്രദേശമാണ്, നാട്ടുകാരൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇന്ന് രാവിലെ തെരച്ചിൽ നടക്കുന്ന ഒരു സമയത്ത് പോലും കൃത്യമായും ഡ്രോൺ ഉപയോഗിച്ചും ഒക്കെ തെരച്ചിൽ നടത്തുമ്പോഴും ഈ ആൾക്കാരും നാട്ടുകാരും പോലീസും തെരച്ചിൽ നടക്കുന്ന സമീപത്തെ പ്രദേശത്ത് തന്നെ ഈ ഒരു മരച്ചുവട്ടിൽ ഇയാൾ ഇരിക്കുകയായിരുന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീട് തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു ബോധ്യമുണ്ടായതോടെ ഇയാൾ ഈ പ്രദേശത്തെ ഒരു കടയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അറിയിക്കുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സംഭവം, അതായത് ഈ മരണം സംഭവിച്ചിട്ട്, ഈ 2 മരണങ്ങളും സംഭവിച്ചിട്ട് ഏകദേശം 15 ദിവസത്തോളം കഴിഞ്ഞു എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ വരേണ്ടതുണ്ട്, അതിനുശേഷമായിരിക്കും വ്യക്തത വരുന്നുള്ളൂ. എന്തായാലും ഇതിനുശേഷവും കൃത്യമായി സജി ആളുകളിലേക്ക് ഇടപഴകിയിരുന്നു, ഇയാളുടെ ജോലികൾക്കായി പോയിരുന്നു, ഒപ്പം വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ പോയിരുന്നു, ഭക്ഷണ സാധനങ്ങളൊക്കെ ഇറച്ചിയൊക്കെ വാങ്ങി ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഇതേ വീട്ടിൽ താമസിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും കൃത്യമായ ഒരു ക്രിമിനൽ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇയാൾ തൻ്റെ ദിനചര്യകൾ തുടർന്നു വന്നത്. പിടിക്കപ്പെടുമെന്നൊരു അവസ്ഥ വരികയായിരുന്ന സാഹചര്യത്തിലാണ്, അതായത് അന്വേഷിച്ച് പോലീസുകാർ വീട്ടിലെത്തിയ ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ റെജിയുടെ തിരോധാനം ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇയാൾ ഇവിടെ നിന്ന് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ബാഗുമൊക്കെ എടുത്ത് പോകാൻ ശ്രമിക്കുകയും ചെയ്തത്. തുടർന്ന് പോലീസ് വീട്ടിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. പിന്നീട് ബാഗ് ഇന്നലെ തന്നെ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ കൂടുതൽ ദൂരത്തേക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല, അതിനനുസരിച്ച് ഉണ്ടാകില്ലെന്നും കൂടുതൽ ദൂരേക്ക് മാറിപ്പോകാൻ സാധിക്കില്ല എന്നും പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ തെരച്ചിൽ നടത്താനും സാധിച്ചത്. അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരുന്നു അല്ലെ, സമീപത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിനിടയിലായിരുന്നല്ലോ ഇയാൾ വളരെ പെട്ടെന്ന് അവിടുന്ന് കടന്നു കളഞ്ഞതും അങ്ങനെ പിന്നീട് ഒളിവിലായതും. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം അയാൾ സ്വമേധയാ പുറത്തേക്ക് എത്തി. ഒരു പക്ഷേ വിശന്നിട്ടോ മറ്റോ ഒക്കെ ആകാം ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് വേണമല്ലോ നമുക്ക് അനുമാനിക്കാൻ. അഭിലാഷ്, തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ കൃത്യമായി ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസ് ശക്തമായ ഒരു പരിശോധന നടത്തുകയായിരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, ഒപ്പം പോലീസ് സംഘവും ഈ മേഖല കേന്ദ്രീകരിച്ച് വിവിധ സംഘങ്ങളായി പോലീസ് തിരിഞ്ഞ് നാട്ടുകാരുടെ സഹായത്തോടെ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിൽ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊരു കൃത്യമായ ബോധം ഈ പ്രതിക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഇയാൾ സമീപത്തെ വീട്ടിലേക്ക് എത്തി, ഈ വ്യാപാര സ്ഥാപനത്തിലേക്ക് എത്തി തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അറിയിച്ച് വ്യാപാരി സ്ത്രീയോട് തെറ്റുപറ്റിയെന്ന് അറിയിച്ച് അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നാട്ടുകാർ ആ സമീപ പ്രദേശത്ത് തന്നെ പോലീസ് ഉണ്ടായിരുന്നു, പോലീസിനെ അറിയിക്കുക, അപ്പോൾ തന്നെ ഇയാളെ കസ്റ്റഡി എടുക്കുകയായിരുന്നു. അതായത് ഇയാൾ ഇരുന്നെന്ന് കരുതപ്പെടുന്ന മരണത്തിന് സമീപത്തോടൊക്കെ പോലീസ് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ ഇയാൾ പുറത്തേക്ക് വന്ന് പുറത്തേക്ക് വരികയും പിടികൂടാൻ സാധിക്കുകയും ചെയ്തത്. ഒപ്പം ഇതിലിപ്പോൾ എടുത്തു പറയേണ്ടത്, 2018 പിതാവ് മാത്യുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും സഹോദരി സംശയം ഉന്നയിക്കുകയാണ്. ഒരു പക്ഷേ ഇരട്ടക്കൊലപാതകം എന്നതിനപ്പുറത്തെ ഈ 2018 കാര്യങ്ങളും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ടോ? ഈ ചോദ്യം ചെയ്യലിൽ അതും ഉണ്ടാകുമെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഇരട്ട കൊലപാതകത്തിനപ്പുറം മറ്റ് ദുരൂഹതകൾ ഉള്ളതെന്നത് കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ചോദ്യം ചെയ്യലുടെ അക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. കൃത്യമായും ഇയാളുടെ പിതാവ് മാത്യു എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ്
ഇവിടുന്ന് കാണാതാവുകയായിരുന്നു. ഇത് അയാൾ തിരോധനവുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഈ കാര്യത്തിലും വസ്തുത വേണം എന്ന് പറയുന്നു. നാട്ടുകാർ പറയുന്നത് രാവിലെ ആരാധനയ്ക്കായി പള്ളിയിലേക്ക് പോകുന്ന അർത്ഥത്തിൽ ആരാധനയ്ക്കായി പോകുന്ന ഒരു സമയത്ത് ഇദ്ദേഹം പോയെന്നും പിന്നീട് തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടില്ലെന്നുമാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ലെന്നും അത് ഇതുമായി ബന്ധപ്പെട്ട് സജിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു അന്വേഷണം വേണമെന്നും നാട്ടുകാർ പറഞ്ഞു. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിയോട് ഈ കാര്യത്തിൽ വിശദമായൊരു ചോദ്യം ചെയ്യലുണ്ടാവും ഈ വിഷയത്തിൽ. ഒപ്പം രണ്ടുപേരുടെ അമ്മയുടെയും സഹോദരന്റെയും മരണത്തോടൊപ്പം പിതാവിന്റെ തിരോധനവും സംബന്ധിച്ചും ഒരു വ്യക്തത വരും എന്നാണ് കരുതുന്നത്. പിതാവിന്റെ തിരോധാനത്തിൽ സജിക്ക് പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് ഇരട്ടക്കൊലപാതകത്തിൽ രണ്ട് പേരുടെ മരണം, അതായത് അമ്മയുടെയും സഹോദരനെയും കൊലപ്പെടുത്തിയതിനോടൊപ്പം പിതാവിന്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് ഈ നാട്ടിൽ നിന്ന് കാണാതായ ഒരു സംഭവത്തിൽ എന്താണ് സജിയുടെ പങ്കാളിത്തമെന്നത് സംബന്ധിച്ചും പോലീസ് ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അഭിലാഷ്. നെടുങ്കണ്ടം പച്ചടി പൊൻതിട്ടയിൽ മേരിക്കുട്ടി 70 വയസ്സ്, അതോടൊപ്പം മകൻ റെജി 54 വയസ്സ് എന്നിവരെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് വിവരം. ഇത് സജി തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് പറയുമ്പോഴും ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസ് ആയിരിക്കും ഇത്. സ്വാഭാവികമായും ശാസ്ത്രീയമായ തെളിവുകൾ, ഒരുപക്ഷെ പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചാൽ പോലും കോടതിയിലേക്ക് എത്തുമ്പോൾ മൊഴി മാറ്റിപ്പറയാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം പ്രദേശവാസികളുടെ മൊഴി, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എങ്ങനെയാണ് മരണം സംഭവിച്ചത്, ഇത്തരം കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായി പരിശോധിച്ചുകൊണ്ടുകൂടി മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ സംശയിക്കപ്പെടുന്ന പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചു എന്നതാണ് ഈ ഏറ്റവും പുതിയ വിവരം. ഇനി നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.